ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. എൻ്റെ പിന്നാലെ നടക്കണ്ട, ഞാൻ നയിച്ചെന്ന് വരില്ല. എൻ്റെ മുന്നിലും നടക്കണ്ട, ഞാൻ ഫോളോ ചെയ്തൊന്നും വരില്ല. എൻ്റെ ഒപ്പം നടക്കൂ, എൻ്റെ ഒരു നല്ല സുഹൃത്തായി. ആൽബർട്ട് ക്യാമസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള വളരെ പ്രശസ്തമായ ഒരു കോട്ടാണിത്. ഒരു പക്ഷെ വളരെ ശരിയാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ല. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു നല്ല സുഹൃത്തിനെ സമ്പാദിക്കാൻ ശ്രമിക്കണം. ചന്ദ്രലേഖയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കിന്നൊരു ചൈനീസ് ഐറ്റം ഉണ്ടാക്കാം. ചൈനീസ് പോർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്ട്രെസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഉറക്കമില്ലായ്മ. അപ്പോൾ അതിന് എന്തെങ്കിലും ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്വലാണ്. ഓക്കെ, നമ്മൾ കിടന്ന് എന്തൊക്കെയൊക്കെയോ നടക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. ഓക്കെ, ആൻഡ് ആ റിച്വലിന് നമുക്ക് എത്ര ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും? ഓക്കെ, നമ്മൾ വീട്ടമ്മമാർ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിനകത്തുനിന്ന് വരുന്ന ദുർഗന്ധം. മുട്ടയും മീനും ഇറച്ചിയൊക്കെ ഇരുന്ന് അഴുകിയിട്ട് വരുന്ന ദുർഗന്ധം, അല്ലെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങയോ ഒരു ഓറഞ്ചോ മുറിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ദുർഗന്ധം ഇതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കുക്കറി സെഗ്മെന്റിലേക്ക് പോകാം. പുതുപുത്തൻ പാചകക്കൂട്ടുകൾ പരീക്ഷിക്കുവാനും അതിഥികളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും മുന്നിൽ ന്യൂ ഡിഷസ് ഉണ്ടാക്കിക്കൊടുത്ത് സ്റ്റാർ ആകാനും ഒക്കെയായി നിരവധി ഡിഷസ് ഈ സെഗ്മെൻറ്റിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് മിസ്സസ് നിസ ജോർജിയാണ്. നമുക്ക് മാമിനെ പരിചയപ്പെടാം. ഹലോ മാം, നമ്മളിന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കിന്നൊരു ചൈനീസ് ഐറ്റം ഉണ്ടാക്കാം. ചൈനീസ് പോർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, ചൈനീസ് പോർക്ക് അല്ലേ? അതെ. അപ്പം ഇന്ത്യൻ പോർക്ക്, ചൈനീസ് പോർക്ക് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെയില്ല, നമ്മൾ ചൈനീസ് രീതിയിൽ അത് കുക്ക് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പോർക്ക് നമ്മുടെ ഇന്ത്യൻ പോർക്ക് തന്നെ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം. കണ്ടോ, വളരെ തിന്നായിട്ട്. ചില്ലി ചിക്കൻ ഒക്കെ പോലെയാണ് അല്ലേ? അതെ. അപ്പൊ നമ്മളിത് വേറെ എക്സ്ട്രാ പ്രഷർ കുക്കർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് തന്നെ കുറച്ച് മാരിനേഷൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അത് കുക്ക് ആയിക്കോളും. പക്ഷെ അപ്പൊ അതിന്റെ നല്ല തിന്നായിട്ട് ഇതുപോലെ നല്ല സ്ലൈസ് ചെയ്തെടുക്കണം, ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ ഡാർക്ക് സോയ സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി സോൾട്ട്, ഇനി പെപ്പർ. തീരെ പെപ്പർ പൊടിയല്ല, അല്ല, ക്രഷ് പെപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കോൺഫ്ലവർ, അതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. പിന്നെ നല്ല വറക്കുമ്പോൾ കുറച്ച് ക്രിസ്പായിട്ടും ഇരിക്കും. അധികം വേണ്ട, കുറച്ച് മതി. ഇനി 1 ടീസ്പൂൺ ഓയിലും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ വറക്കുമ്പോൾ ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ് ഫ്രൈ ആണ് അല്ലേ? അതെ, ഡീപ് ഫ്രൈ ആണ്. നേരത്തെ ഇത് റെഡിയാക്കി വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഇത് മാനേജ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്തിട്ട് നമുക്ക് ഡിഷ് ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആഡ് ചെയ്യാം, നോക്കാം. ഇനി നമ്മൾ ജിഞ്ചർ ഉണ്ട്, ഗാർലിക് ഉണ്ട്, പിന്നെ ഓണിയൻ സ്ലൈസ് ചെയ്തത്, മഷ്റൂം സ്ലൈസ് ചെയ്തത്. മഷ്റൂം ഇടുന്നുണ്ട്, മഷ്റൂം ഇടുന്നുണ്ട്, ചൈനീസ് ഒരു ഇതല്ലേ. പിന്നെ സെലറി ഇടുന്നുണ്ട്, മല്ലിയില ഇടുന്നുണ്ട്, 2 കളർ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. പിന്നെ ഗാർണിഷിന് കുറച്ച് റെഡ് ചില്ലീസ് ഉണ്ട്. പിന്നെ കാന്താരി മുളക്, എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോയ സോസും നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യണം, ചൈനീസ് ഇതായതുകൊണ്ട്. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് ഉണ്ടാക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഹീറ്റിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് ആദ്യം അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ അല്ലേ? അല്ല, ഇത് സൺഫ്ലവർ ഓയിലാണ്. ചൈനീസ് അല്ലേ നമ്മൾ
ചൈനീസിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ശരി. നമ്മുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, ഭയങ്കര വ്യത്യാസം വരും. സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, അങ്ങനെ ഏതെങ്കിലും ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഈ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് പോർക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. ശരി. ഓക്കെ. ഒരു കഷ്ണം നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ചൂടായോ എന്ന് അറിയാൻ പറ്റും. ഈ പോർക്ക് കഴിക്കുമ്പോൾ പക്ഷേ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുമോ? അതിന് അതിൻ്റെ ഫാറ്റ് പോർഷൻ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്താൽ മതി. മീറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അധികം കൊളസ്ട്രോൾ വരില്ല. ഇപ്പോൾ പോർക്ക് കഴിക്കാത്ത പലരും കാണും. പക്ഷേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും മീറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കാം. വെജിറ്റേറിയൻസിന് കോളിഫ്ലവർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ തീ കുറച്ചിട്ട് എടുക്കാം. ശരിക്കും എണ്ണ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കുക. ഈ പോർക്കിൽ തന്നെ ഒരു എണ്ണ ഉണ്ടല്ലോ, അതിലെ ഫാറ്റ് കുറച്ച് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ എണ്ണയിലോട്ട് വരും. നമ്മളിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, അധികം ഫാറ്റ് വരത്തില്ല. പിന്നെ നമ്മൾ ഈ ഓയിൽ തന്നെയാണ് ബാക്കിയുള്ള കുക്കിങ്ങിന്, ഇനിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂസ് കുക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ വയ്ക്കാം. ഇനി നമുക്കിത് മാറ്റിയിട്ട് പോർക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ വെക്കാം. എന്നിട്ട് ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. കുറച്ച് മതി. തീ കൂട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം ജിഞ്ചറും ഗാർലിക്കും ഇടും. രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ ഗാർലിക് ഇട്ടു. ഇനി നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്യാം. എന്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും. അതെ 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 അതെ. ഇത് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഓണിയൻസ് ആഡ് ചെയ്യാം. ഓണിയൻ ശരിക്കും നമ്മൾ അധികം കുക്കാക്കണ്ട, ഒന്ന് ക്രിസ്പായിട്ട് ഒന്ന് കടിക്കാൻ കിട്ടണം അത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഓണിയൻ ഇട്ട് കഴിഞ്ഞിട്ട്. ഓണിയൻ്റെ കൂടെ തന്നെ നമുക്ക് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് മുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്താൽ മതി. ഇനി സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ടും കുറച്ചിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി മാരിനേഷനിൽ മീറ്റിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയിൽ കിട്ടാൻ നമ്മൾ സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം. മഷ്റൂം അല്ലേ? അതെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പോർക്ക് ആഡ് ചെയ്യാം. തീ ഒന്ന് കുറച്ച് കുറയ്ക്കാം. എന്നിട്ട് സോയാ സോസ് ആഡ് ചെയ്യാം. അധികം വേണ്ട, കുറച്ച് മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ്, അത് ഗാർണിഷിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കത് സെലറി ആഡ് ചെയ്യാം. അത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ അല്ല, കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഈ പോർക്കിൻ്റെ ഒക്കെ അല്ലെങ്കിൽ എല്ലിട്ട് തിളപ്പിച്ച സ്റ്റോക്ക് വേണമെങ്കിൽ കുറച്ചിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് ഇതെടുത്തേക്കുന്നത്. അതല്ല, കുറച്ച് ഗ്രേവി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യാം. അതെ അതെ. സെലറി ആഡ് ചെയ്യാം. ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്യാപ്സിക്കംസ് ആഡ് ചെയ്യാം. നമുക്ക് മല്ലിയില, മല്ലിയിലൊക്കെ വളരെ നല്ലതാണ് ഫുള്ളായിട്ട്. ഇപ്പം നമ്മുടെ ചൈനീസ് പോർക്ക് റെഡി ആയിട്ടുണ്ട്.
ഇപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടില്ലേ, കാണാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. സെലിബ്രേഷൻസിനൊന്നും മാത്രമല്ല, എപ്പോഴും വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്, ചൈനീസ് പോർക്ക് അല്ലേ? താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ സഹായകമാകുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ. യോഗ അഭ്യസിക്കുന്നവർക്ക് എല്ലാ രീതിയിലും ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ കൈവരിക്കാൻ പറ്റും. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാവുന്ന ഒരു മുറയാണ് യോഗ. യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലൂടെ. സൗന്ദര്യം കൂടുവാനും അത് നിലനിർത്തുവാനും വേണ്ടി മനുഷ്യർ എത്രയോ കുറുക്കുവഴികൾ ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ച് സമയം ചിലവാക്കിയാൽ, അല്പം മനസ്സുണ്ടെങ്കിൽ, ശാരീരിക ആകാരവും അതുപോലെ തന്നെ മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് യോഗ. യോഗയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കാനും നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പനമ്പിളി നഗറിലുള്ള മീലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഫൗണ്ടറും ട്രെയിനറുമായ നൂതനാണ്. നമുക്ക് നൂതനെ പരിചയപ്പെടാം. ഹലോ നൂതൻ. സ്ട്രെസ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു റിയാക്ഷനാണ് ദേഷ്യം. അപ്പോൾ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് മൗണ്ടൻ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, അതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. സോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ മൗണ്ടൻ മെഡിറ്റേഷൻ ഉണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സിറ്റ് കംഫർട്ടബിളി. ഞാൻ പറയാറില്ല ലൈക്ക് പദ്മാസനത്തിലിരിക്കണം എന്ന്. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അതിലിരിക്കാം. പക്ഷേ ഇരുന്നിട്ട് ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കുമെന്ന് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് യു ഇമാജിൻ എ മൗണ്ടൻ. ഇപ്പോൾ മൗണ്ടൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആണ്. അതിൽ സൺ റൈസ് ചെയ്യുന്നു, മൗണ്ടൻ സ്റ്റേസ് ഫിക്സ്ഡ്. സൺ സെറ്റ്സ്, മൗണ്ടൻ ഫിക്സ്ഡ് ആണ്. മഴ പെയ്യുന്നു, പക്ഷെ മൗണ്ടൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ കാട് വളരുന്നു, അതിൽ ആനിമൽസ് വരുന്നു, പക്ഷെ മൗണ്ടൻ ഫിക്സ്ഡ് ആണ്. തീ കത്തുന്നു, മൗണ്ടൻ ഫിക്സ്ഡ് ആണ്. ഇത് മെഡിറ്റേറ്റ്, ഇത് ഈ ഒരു പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളാ മൗണ്ടൻ. സൺറൈസ് ചെയ്യുന്നു, എനിക്കതിൽ റെസ്പോണ്ട് ചെയ്യേണ്ട എന്ത് സംഭവിച്ചാലും നമുക്കതിൽ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് സെൻറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ സ്ട്രെസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഉറക്കമില്ലായ്മ. അപ്പം അതിന് എന്തെങ്കിലും ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്വലാണ്. ഓക്കെ, നമ്മൾ കിടന്ന് എന്തൊക്കെയൊക്കെയോ നടക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. ഓക്കെ, ആൻഡ് ആ റിച്വലിന് നമുക്ക് എത്ര ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നുവെച്ചാൽ അതിനൊരു ഫോമാറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സേ ഓക്കെ, അരമണിക്കൂർ മുമ്പേ ഞാൻ TV ഓഫ് ആക്കും. ഓക്കെ, ഫോൺ ഓഫ് ആക്കും. കുറച്ച് നല്ല സെൻറ്റ് ലൈക്ക് ലാവൻഡറിൻ്റെ സെൻറ്റ്, സൂത്തിങ് സെൻറ്റ്, അത് ഞാൻ സ്മെല്ല് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഐ ലൈ ഡൗൺ കംഫർട്ടബിളി. എൻ്റെ ബോഡി ടൈറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രെച്ചസ് ചെയ്യും. ഓക്കെ, കാല് സ്ട്രെച്ച് ചെയ്യും, കൈ സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ബോഡി ഇത്രയും കൂടെ റിലാക്സ്ഡ് ആവും. എന്നിട്ടും ഇഫ് ഐ ഫീൽ എനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ, ഓക്കെ, ഐ ഓൾവേസ് തിങ്ക് എനിക്ക് ഏറ്റവും നല്ല ഉറക്കം വന്നത് when I was in my mom's chest and she rocked it. ഓക്കെ, ഹാർട്ടിൻ്റെ മൂവ്മെൻ്റ് ആണ്. സോ ഇതിനു വേണ്ടി പോസ്ചേഴ്സ് ബാക്ക് ബെൻഡും ഫോർവേഡ് ബെൻസും ചെയ്യും. ഓക്കെ, എന്നിട്ട് കിടന്നിട്ട് ബോഡീനെ റിലാക്സ് ചെയ്യും. ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ ഉറങ്ങിപ്പോകും. സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ആസനാസ് എന്തൊക്കെയാണ്? സോ നമുക്ക് ലെറ്റ്സ് ട്രൈ ദാറ്റ് വിത്ത് സം പോസ്ചേഴ്സ് ടുഡേ. സ്ട്രെസ്സിന് വേണ്ടി എന്തൊക്കെ പോസ്ചേഴ്സ് ചെയ്യാം, എന്തുകൊണ്ടത് ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വി വിൽ ലുക്ക് ഇൻടു ഇറ്റ്. അതിനെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ജാനറ്റ് ആൻ്റണിയാണ്. ഓക്കെ, സോ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ then it should be your breath. Conscious breathing എന്ന് വെച്ചാൽ റിലാക്സ്ഡ് ബ്രെത്ത് ഇസ് റിലാക്സ്ഡ് മൈൻഡ്. ഓക്കെ, ടെൻസ്ഡ് ബ്രെത്ത് ടെൻസ്ഡ് മൈൻഡ്. ഓക്കെ, സോ അതിനു വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് to be able to move your abdomen. ഇത് മൂവ് ചെയ്യാൻ പഠിക്കണം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ആബ്ഡമൻ വലുതാവും, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ആബ്ഡമൻ ചെറുതാവും. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ലങ് വലുതാവും, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ലങ്സ് കോൺട്രാക്ട് ചെയ്യണം. സോ അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ദ ബോഡി സ്റ്റാർട്സ് ടു കാം ഡൗൺ. സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും ശ്വാസം കഴിക്കുന്നത്. ഷോർട്ട് ക്ലാവിക്കുലർ ബ്രീത്തിങ് എന്ന് പറയും. സോ ലെറ്റ്സ് ട്രൈ ടു സീ ഹൗ ടു ബ്രീത്ത് കറക്റ്റ്ലി സോ ദാറ്റ് യു ഫീൽ ലെസ് സ്ട്രെസ്ഡ്. ഓക്കെ, സോ ജാനറ്റ് റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ആബ്ഡമനിൽ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ്.
Sitting tall. Spine പറ്റുന്ന അത്രയും straighten ചെയ്ത് വെക്കാം. Now breathe in ചെയ്യുമ്പോൾ abdomen rises, chest rises. Breathe out, chest falls, abdomen falls. Breathe in, abdomen rises, chest rises. Breathe out, chest falls, abdomen falls. ഈ breath continue ചെയ്യും. And ദൂരെ നോക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് gentle, loving gaze ആക്കുക. Lungs expand ചെയ്ത് breathe ചെയ്യട്ടെ. And body relax ചെയ്ത് breathe out ചെയ്യട്ടെ. ഇങ്ങനത്തെ ഒരു 10-20 ബ്രെത്ത്സ് ചെയ്യുമ്പോൾ തന്നെ യു ഫീൽ ബെറ്റർ. ഇരുന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ കിടന്നിട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു സിറ്റ് ഇൻ യുവർ ചെയർ ആൻഡ് ഡു ദാറ്റ്. പക്ഷെ ഡീപ് ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്. പിന്നെ ചെയ്യാൻ പോകുന്നത് ചൈൽഡ്സ് പോസ്, ബാലാസൻ. ഓക്കെ, സോ അതിനു വേണ്ടി just stretch the hands up, breathe in and breathe out slowly. Okay, കുറേ പ്രാക്ടീസ് വരുമ്പോൾ ഹെഡ് ഡൗൺ വരും, ബട്ട് ഹീലിൽ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്, റിലാക്സ്ഡ്. ഇത് നമ്മൾ വൂമ്പിലായിരിക്കുമ്പോൾ, ഓക്കെ, മദറിൻ്റെ വൂമ്പിലായിരിക്കുമ്പോൾ ഉള്ള പോസ് ഇതാണ്. ഓക്കെ, ആൻഡ് ഇതിൽ പക്ഷേ നമ്മൾ ആകെ കൈ സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇൻ സറണ്ടർ. ഫോർഹെഡ് ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങാ ഫോർഹെഡ് ടച്ച് ചെയ്യണില്ല എന്ന് വിചാരിച്ചോ, ഞാനിട്ടൊന്ന് ഫോർഹെഡ് പൊക്കുവോ, എന്നിട്ട് ഫിസ്റ്റ് ഉണ്ടാക്കുവോ, ഫിസ്റ്റ് ഉണ്ടാക്കി ഓക്കെ. പറ്റുന്നില്ലെങ്കിൽ, ഇതും പറ്റുന്നില്ലെങ്കിൽ ചെയറിൽ ഇരുന്നിട്ട് ടേബിളിലേക്ക് തല മുട്ടിക്കാം. ഗോ ബാക്ക് ടു ദ സെയിം പൊസിഷൻ, ഹാൻഡ് ഡൗൺ, സ്റ്റേ. ഓക്കെ, ഫോർഹെഡിൽ വേഗസ് നെർവ് ഉണ്ട്. ഈ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓപ്പൺ ആവും. യു സ്റ്റാർട്ട് റിലാക്സിങ് മോർ. ഇതിൽ കിടന്നിട്ട് ബ്രീത്ത് ഇൻ, ജാനറ്റ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in 3, 2, 1. Breathe out 6, 5, 4, 3, 2, 1. Breathe in 3, 2, 1. Breathe out 6, 5, 4, 3, 2, 1. Continue. So breathe out more than you breathe in. Okay. Relaxing more. Okay. കൊച്ചു കാലത്തിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ വഴക്കിന് വേണ്ടി തല താഴെ മുട്ടിച്ചിട്ട് ഇരിക്കാൻ പറയത്തില്ല, അപ്പോൾ തന്നെ കാം ഡൗൺ ആവും. ഓക്കെ, ദ ബോഡി കംസ് ഡൗൺ ഇൻസ്റ്റന്റ്ലി. സോ സ്ട്രെസ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് പോസ്. ഇത് എത്ര നേരം ചെയ്യണം ഇങ്ങനെ? ഐ വുഡ് സേ ലൈക്ക് ഒരു എന്താണ് ഒരു 20 ബ്രെത്ത് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ ഫീൽ വെരി കാം ആഫ്റ്റർവേർഡ്സ്. പക്ഷേ നമ്മൾ ഒബ്സർവും കൂടെ ചെയ്യണം അതിൻ്റെ കൂടെ. ബ്രീത്ത് ഔട്ട് മോർ ദാൻ യു ബ്രീത്ത് ഇൻ. ആൻഡ് ഒരു ഇൻറ്റൻഷൻ ദാറ്റ് ഞാൻ ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തു. എപ്പോഴെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്, മുട്ടിലോ ബാക്കിലോ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഡു സ്റ്റോപ്പ് ദെയർ. ഓക്കെ, അതിനെല്ലാം ജെന്റിലർ പോസ് എടുക്കും, വേണമെങ്കിൽ ചെയറിലോ ടേബിളിലേക്കോ അങ്ങനെ വല്ലതും ചെയ്താൽ മതി. ഓക്കെ, ഞാൻ സ്ലോലി കം അപ്പ്. അടുത്തത് ഇത്രയും കൂടെ ഡിഫിക്കൾട്ട് ഒരു പോസാണ്, ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ് ഓർ അധോമുഖ ശ്വാനാസൻ. സോ ആദ്യം ഗോ ഇൻ ടു ഹൈ പുഷപ്പ് കുംഭകാസൻ. ഓക്കെ, ഡൗൺവേർഡ് ഡോഗ് ഒരു പട്ടി സ്ട്രെച്ച് ചെയ്യണ പോലെയാണ്. ഓക്കെ, സോ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ബട്ട് മുകളിലേക്ക് സീലിംഗിലേക്ക് പോണ പോലെ, സ്കൈയിലേക്ക് പോണ പോലെ. ഓക്കെ, ചിലപ്പോൾ ഇത്രയും പറ്റത്തില്ലായിരിക്കാം. സോ ബോഡി എവിടെ അത്രയും മാത്രം പോയാൽ മതി, ബോഡിക്ക് എത്ര പറ്റുന്നു അത്രയും മാത്രം. ഓക്കെ, റിലാക്സ് ദ ഷോൾഡേഴ്സ്, റിലാക്സ്, പ്രസ് ത്രൂ യുവർ ഫിംഗേഴ്സ്, ട്രൈ ടു സ്ട്രെച്ച് ത്രൂ ദ ഹീൽ. എന്നിട്ട് സ്ലോ ബ്രെത്ത് ഇൻ ആൻഡ് ഔട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് റിബ്സിലും കൂടെ ബ്രീത്ത് പോകും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ടിൽ യു ഫീൽ ദ റിബ്സ്. പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. റിസ്റ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഡിഫിക്കൽട്ട് ഒരു പോസാണ് കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് വിഷമം തോന്നാം, കുറച്ച് പ്രാക്ടീസിലൂടെ. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്രയും വരെ പോകത്തില്ല. ആദ്യം ചെയ്യുമ്പോഴത്തേക്കിന് ഇത്രയും ജാനറ്റ് ഇത്രയും ഒന്ന് പോസ് കുറച്ച്. ഓക്കെ, എന്നിട്ട് ഹീലൊന്ന് പൊക്കിക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കാൻ പോണത്.
blood goes into your head. Okay. And then you really release all your stress, all your depression goes away. അതും ആ ഒരു പോസ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് വേൾഡ് അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ നമ്മൾ ചെയ്തേക്കുന്നതും ഓരോ എപ്പിസോഡ്സിനെയും അപ്സൈഡ് ഡൗൺ ആയിട്ട് നോക്കാൻ പറ്റും, വേറൊരു ഡയറക്ഷനിൽ നോക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേനും അതിലൊരു സ്ട്രെസ്സും ഇല്ലയെന്ന് തോന്നും. ഓക്കെ, സോ അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കിയേക്കാം. ഓക്കെ, സോ കം ഓൺ ടു യുവർ ഫോഴ്സ്. അപ്സൈഡ് ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ ടക്ക് ഇൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദ ഡ്രസ് വിൽ ഗോ ഓൺ ടു യുവർ ഫേസ്, യു വോണ്ട് ബി ഏബിൾ ടു ബ്രീത്ത്. ഓക്കെ, എൽബോസ് ഷോൾഡർ ഡിസ്റ്റൻസിലാണ്, ഹാൻഡ്സ് ഇന്റർലോക്ഡ് ആണ്. അപ്പോൾ ഒരു ട്രൈപോഡ് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജാനറ്റ് ഇനി ഹെഡ് പ്ലേസ് ചെയ്തോ. ഷോൾഡേഴ്സ് റിലാക്സ്ഡ് ആണ്, ഇതിന് വേണ്ടിയുള്ള സ്ട്രെങ്ത് വേണം. ഓക്കെ, ഇനി നീസ് ഓഫ് ദ ഫ്ലോർ. Slowly walk. ഒരു മുട്ട് മടക്കിക്കോ. And then knees up, പതുക്കെ പൊക്കിക്കോ. ഈ ഒരു പോസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ബിക്കംസ് വെരി ലൈറ്റ്, പിന്നെ അതിൽ തന്നെ അങ്ങ് നിൽക്കാൻ പറ്റും, അതിൽ മെഡിറ്റേറ്റ് വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ വെരി സ്ലോലി ജാനറ്റ് ഒരു കാല് മാത്രം കൊണ്ടുപോകാം താഴത്തേക്ക്. ആൻഡ് ദെൻ അടുത്തെടുക്കാം. ആൻഡ് ചൈൽഡ് പോസ്, ഓപ്പോസിറ്റ് സ്ട്രെച്ച്. ഓരോ ആസനയ്ക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെച്ചും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ആസന കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ബോഡി ഹാർമണിയിലേക്ക് വരുന്നത്. ഓക്കെ, റിലാക്സ്. ഈ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഫ്രം ബ്രീത്തിങ് ടു ഫോർഹെഡ് ഓൺ ദ ഫ്ലോർ, സ്ട്രെച്ചിങ് ഹെഡ് ഡൗൺ, അപ്സൈഡ് ഡൗൺ, ഷോൾഡർ സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ തന്നെ ബോഡി ഈസ് റെഡി to deal with a bit more of stress without getting tired with it. Right? ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നൂതൻ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്രോസസ്സാണ് യോഗ എന്ന് ശരിക്കും ഇന്നാണ് മനസ്സിലായത്. ഇനി താങ്ക് യു സോ മച്ച് നൂതൻ. താങ്ക് യു. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി ഒരു പുതിയ അധ്യായത്തിൽ കാണാം.